Hey guys, welcome back to another flash vlog. യെസ് ഈ ഫോണിന്റെ ലോഞ്ച് ആണ് ഗൈസ്, റെഡ്മി നോട്ട് 17. അപ്പോ വെറുതെ സനിയെ വീട്ടിയിരുത്താതെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. Guys, ഇന്ന് ഞാൻ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോയി. ലുലു പോകും, ഓക്സിജൻ പോകും. Oh my god. എല്ലാ ഫോൺ കടകളിൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള വിസിറ്റാണ് ഗൈസ് എൻ്റെ. ഈ ഫോൺ ലോഞ്ചിൻ്റെ പരിപാടികളാണ് ഗൈസ്. അപ്പോൾ ആദ്യം നമ്മൾ ഓക്സിജനിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് നേരെ ലുലു കണക്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നിങ്ങളും നമ്മളുടെ കൂടെ എല്ലായിടത്തും വരുന്നതായിരിക്കും. See you guys. He's here with us, the supporting person here. And then we have Sanal Daski, the Sonal manager, Oxygen Group. Thank you, sir. Thank you for being here with us. ബിക്കോസ് ഇതില് AC, ഫ്രിഡ്ജ് തുടങ്ങിയ സാധനങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് ഓണം ഇതിൽ തൂക്കും. Thank you so much. എനിക്കറിയാം, അത് തന്നെയാണ് ഞാൻ ചാനലിലും ചെയ്യുന്നത്. സോ ഇറ്റ്സ് ബോൺ ലൈക്ക് ദാറ്റ്. അതുകൊണ്ടായിരിക്കും ആൾക്കാർ ഒരുപാട് കണക്ട് ചെയ്തത്. ഒരുപാട് പേര് നമ്മളെ പോലെ ആ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന ആ ഒരു 10 വരെ ആൾക്കാർ. അതുകൊണ്ട് ഐ ആം നോട്ട് എ ഗുഡ് സ്പീക്കർ, ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ലോഞ്ച് ദിസ് പെർട്ടിക്കുലർ ഡിവൈസ്. റെഡ്മി എന്ന് പറയുന്നത് ഒരു ലെഗസി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഷൗമിയുടെ. ആൻഡ് സോ അവരൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ട് സീരീസ് വരുമ്പോൾ they choose me to launch this event. അങ്ങനെ ഗൈസ്, നമ്മൾ അടുത്തത് നന്ദില ജി മാർട്ടിൽ വന്നിരിക്കുകയാണ്. അടുത്ത ലോഞ്ച് ഇവിടെയാണ്. നീ വീണ്ടും ഇത് കഴിഞ്ഞിട്ട് ഇനി കണക്റ്റില്. അപ്പൊ ഞാൻ അപ്പഴേക്ക് ആരാ ഇവിടെ എത്തണം. അടുത്ത സ്ഥലത്തോട്ട് കൂടെ ഗൈസ്. ബൈ ബൈ ഗൈസ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് അടുത്ത ഏരിയയിലോട്ട് പോവുകയാണ്. ഓക്കെ, നന്ദി തന്നു ഗൈസ്. അടുത്തത് ഈസി സ്റ്റോർ. നമ്മൾ അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. അടുത്ത സ്റ്റോർ ഇന്ന് മൊത്തം നടന്ന് നമ്മളെല്ലാം ഒന്ന് കാണും. അപ്പം ഗൈസ് അടുത്തതിൽ കയറിട്ട നെക്സ്റ്റ് പരിപാടി ഗൈസ്. എൻ്റെ കൈ കണ്ടാവും ഗൈസ്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. വ്ളോഗർ ഹാസ് ടു ബി കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ്. ഫുൾ സാധനം കൊണ്ടാണ് നടക്കുന്നത്. ഇവർ നമ്മളെല്ലാ സ്റ്റോറിലും ഉണ്ട്, കൂടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് കമ്പനിയുണ്ട്, എല്ലാ സ്റ്റോറിലും കൂടെ ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റോർ ഈ ഫോണിൻ്റെ ലോഞ്ച് പ്രമാണിച്ചാണ് ഗൈസ് എല്ലായിടത്തും പോകുന്നത്. ഇപ്പോൾ ഈസി സ്റ്റോർ എന്ന് പറഞ്ഞ കടയിൽ വന്നിട്ടുണ്ട്. സോ ഇവിടുത്തെ പരിപാടി നോക്കട്ടെ. ഫസ്റ്റ് സെയിൽ ആരാണ് വാങ്ങിക്കുന്നത് നോക്കാം. കണ്ണാടി, ഫ്ലൂറസൻ കണ്ണാടി. എന്നാണെങ്കിലും ഈസി സ്റ്റോറി വരിക. ഈ പച്ച കണ്ണാടി വെച്ചിരിക്കുന്ന അവരുടെ അടുത്ത് ഫോൺ വീണാണ്. മനസ്സിലായി ഞാൻ ചോദിച്ചു. ഷാസ് മുഹമ്മദ്. അതോളാം, അത് ഞാൻ കണ്ടില്ല കേട്ടാ. അങ്ങനെ ഗൈസ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്തതാ അവിടെ ഇമേജ്. അപ്പുറത്തെ ഒരു കടയും കൂടെ ഉണ്ട്, അവിടെയും കൂടെ പോയിട്ട് വരാം ഗൈസ്. ഹായ് സനു, അറിയാം? ഹായ് സനു. അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടപ്പള്ളിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരോട്ടം.
ഷൗമി എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മളുണ്ട്. ഇമേജിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അടുത്ത കട ഇവിടെ എന്താണ് പരിപാടി എന്ന് നോക്കാം. ലെറ്റ്സ് സീ. താങ്ക് യു. പൂവൊക്കെ എനിക്ക് തന്നെ കിട്ടുന്ന ഗൈസ്. അടുത്ത കടയിലോട്ട് വന്നിരിക്കുകയാണ്. ഇത് കൊള്ളാം, വലിയ ഷോറൂമാണല്ലോ, അത്യാവശ്യം വലിയ ഷോറൂമാണ് ഗൈസ്. അപ്പോൾ കഴിച്ച അടുത്ത സ്ഥലത്തോടെ നമ്മൾ മന്ദം നീങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഇടപ്പള്ളിയിലുള്ള എല്ലാ ഷോറൂമിലും നമ്മൾ പോകുന്നുണ്ട്. ഷൗമി എവിടെ അവൈലബിൾ ആണോ അവിടെയൊക്കെ നമ്മളുണ്ട്. ഇതേത് അടുത്ത സ്ഥലത്തോട്ട് പോട്ടെ ഗൈസ്. എവിടെയാ നോക്കട്ടെ. ഫസ്റ്റ് ഷൗമിയിലല്ലേ വരേണ്ടത്. അങ്ങനെ ഗൈസ് നമ്മൾ ഷൗമിയുടെ തന്നെ കടയിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നി പൂ എനിക്ക് തന്നെ. ഞാൻ ഫ്ലവർ വാങ്ങിച്ചൊരു വഴിക്കാണ്. അതാ മൂന്നാമതാ. അപ്പോൾ ഗൈസ് ഷൗമിയിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു മിഡ് ഫോണായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഈ കളറിനെ കട്ടി എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഫസ്റ്റ് സെയിൽ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ശരി ഗൈസ്, അടുത്ത സ്ഥലത്ത് കാണാം. അങ്ങനെ ഗൈസ് അടുത്ത് ഇനി ലുലു കണക്റ്റിലോട്ടാണ് പോകുന്നത്. ഇവിടത്തേക്ക് പരിപാടി കഴിഞ്ഞ് ഈ ഒരു ഏരിയയില്ല. അപ്പോൾ ഇനി നേരെ ലുലുവിൽ വെച്ച് കാണാം ഗൈസ്. കണക്റ്റിൽ പറഞ്ഞാൽ മതി, ഇത് എൻ്റെ കണ്ടന്റാ ഗൈസ്. ലുലുവിൻ്റെ ഓൾ ഇൻ ഓൾ, ഷൗമിയുടെ ഓൾ ഇൻ ഓൾ, ദ ഹോൾ ഷൗമി ടീം ഈസ് ഹിയർ. സജു ബ്രോ, മുരളി ബ്രോ, ഇവരൊക്കെ ഷൗമിയുടെ ടീമാണ്. എല്ലാം വലിയ ആൾക്കാരെ, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ പീപ്പിൾ. നിങ്ങൾക്ക് ലുലുവിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വന്നതാണ്. എല്ലാവരും ഡീൽ ചെയ്യണത് പണ്ട് തൊട്ടേ. എത്ര വർഷമായി? 5 years. എനിക്ക് അവനെ അറിയാവുന്നത് 5 വർഷം. 5 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കാപ്പി കുടിക്കാൻ വന്നേക്കാം. സ്റ്റാർബക്സ് എവിടെ ആയാലും കുഴപ്പമില്ല, എനിവെയർ, പാരഗൺ, എനിവെയർ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് അടിക്കാനുള്ള പ്ലാനാണ്. വരാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ലുലു കണക്റ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി അടുത്തിന് ഇവിടെയാണ് ലോഞ്ച്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണം ഗൈസ്. സോ അവർ വരുന്നതേ ഉള്ളൂ. ഇവിടെയല്ലേ ഈ ഫ്ലോറിൽ. അടുത്ത ഓട്ടം നേരെ കണക്റ്റിലോട്ടാണ് ഗൈസ്. ലുലുവിൻ്റെ ഓൾ ഇൻ ഓൾ ലുലു കണക്റ്റോടുകൂടി ഇതാണ് മെയിൻ. ഇപ്പം ലുലുവിൽ എന്തെങ്കിലും ഷൂട്ടൊക്കെ ഉള്ളപ്പം പുള്ളിയെ വിളിക്കാം കേട്ടാ. പഞ്ചൂറ ഞാൻ വന്ന് ഷൂട്ട് ചെയ്യാം, മോഡൽ ഷൂട്ട്. ഇതാരാണത്? സുഹേർ സെറ്റ്. വേറെ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പം ഗൈസ് നമ്മൾ കണക്റ്റിൽ കയറിയിട്ട് വരാം ഗൈസ്. ഗൈസ് വേറെ കോഫി ബ്രൂവർ ഉണ്ട്. അങ്ങനൊരു പരിചയമുള്ള മുഖം കണ്ട് ഗൈസ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ ഫുൾ ഫോട്ടോഗ്രാഫേഴ്സ്. എൻ്റെ അമ്മച്ചി നമുക്ക് തിരിച്ച് അങ്ങോട്ട് പിടിക്കാം ഗൈസ്. ഇത്രയും മീഡിയ, ഒരുപാട് ആൾക്കാരും ക്യാമറയുണ്ട്. വീണ്ടും അത് നീ തന്നെ വെച്ചോ. ഞാൻ പുതിയ ഫ്ലവറിന് വേണ്ടി വന്നതാണ്. അങ്ങനെ ഗൈസ് 5ാമത്തെ ബൊക്കെ. എല്ലാ ബൊക്കെ എൻ്റെ കയ്യിലേ വരുള്ളതാ. അതല്ലേ ഇതാ എനിക്ക് വലിയ ബൊക്കെ കിട്ടി. ഞാൻ ബൊക്കെ ഗീവ് അവേ ആയിരുന്നു. അങ്ങനെ ലുലു കണക്റ്റിലെ ഓണത്തിൻ്റെ പൂക്കളം സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ പയ്യന്മാരെല്ലായിടത്തും വന്നിട്ടുണ്ട് ഗൈസ്. എന്നെ പോലെ തന്നെ എൻ്റെ കൂടെ കമ്പനിക്ക് നമ്മളെല്ലായിടത്തും വരുന്നുണ്ട്. ഇവിടെയാണ് അപ്പുറത്തേക്ക് നമ്മളെല്ലാവരും പോകുന്ന ഒരു ലൈബിൾ പേഴ്സൺ ആണ് അദ്ദേഹം. സോ ഹി ഈസ് ഹിയർ ടു ജോയിൻ us today. അപ്പോൾ നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് ഞാൻ ആളെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യണം. വേറെ നീയാണ് ആളെ കൂട്ടിയത്.
അടച്ച മുറിയിൽ ക്യാമറ വെച്ച് ഡയലോഗ് അടിക്കുന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ റെഡ്മി നോട്ട് 70 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ഓപ്ഷൻ. അറ്റ്ലീസ്റ്റ് റൈറ്റ് നൗ ഇപ്പോൾ എല്ലാം എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് കം വിത്ത് എ വെരി കോമ്പറ്റേറ്റീവ് പ്രൈസ്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ദിസ് ഇസ് ആക്ച്വലി വെരി ഗുഡ് ഫോൺ. പരിപാടി കഴിഞ്ഞതെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടാകും. അടുത്ത ഡെസ്റ്റിനേഷൻ ഗൈസ് മിക്കവാറും ഫുഡ് കഴിക്കാൻ പോകുന്നതായിരിക്കും. ഇത് കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ ഗൈസ് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് വിത്ത് ദ ഷവമി ടീം ആൻഡ് നമ്മുടെയൊക്കെ കമ്പനികൾ. ഇത് ലുലു ടീം. നിങ്ങളുടെ ടീമിൻ്റെ പേരെന്താ? ബിയോണ്ട് ഫോക്സ് ടീം. അത് വലിയ കമ്പനിയാണ് ഗൈസ്. അപ്പം മൊത്തം ഒരു വലിയ ആൾക്കാരുമായിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ് പാരഗണിൽ. സോ പൊറോട്ടയുണ്ട്. അപ്പം ഫുൾ വൻ സീനാണ് ഗൈസ്. അപ്പം ഹോൾ ഷവമി ടീം വിൽ എൻജോയ് പാരഗൺസ് ഫുഡ് നൗ. അപ്പം സോ നമ്മൾ ഫുഡ് വരുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. സോ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഗൈസ്. ആദ്യത്തെ ഡിഷ് വന്നിട്ടുണ്ട് സ്പൈസ്ഡ് ഓറഞ്ച് എന്ന് പറയുന്ന സാധനം. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അത് ഓറഞ്ച് ജ്യൂസിൽ പച്ചമുളകും എല്ലാ സാധനവും കൂടെ ഇട്ടൊരു ഐറ്റം. നല്ല റിഫ്രഷിങ്. ഓ അതാ ചുമന്ന മുളകാണ്. അടിപൊളി ടേസ്റ്റ്. ഞാൻ ബാക്ക് ലൈറ്റിങ്ങിലായതുകൊണ്ടാണ് ചെറിയൊരു എക്സ്പോഷർ സീൻ. എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കൊച്ചി സിറ്റി കാണാം ഗൈസ്. ലൈക്ക് യു ക്യാൻ സീ ലുലു മോൾ. അപ്പോൾ എന്തായാലും എൻ്റെ മട്ടൻ ബിരിയാണി വന്നിട്ട് കാണാം ഗൈസ്. എൻ്റെ മട്ടൻ ബിരിയാണി വന്നിരിക്കുകയാണ്. Pratik is vegetarian today, so poor guy is eating vegetable fried rice and gobi manchurian, chili gobi. Rest of the guys are having fish and parota. Enjoy the food guys. Oh, this is papadam. Mutton biryani. It's okay. He already came and had before, no? Calicut. I just came here to have the non-veg food. That's okay guys. Next time I'll take it personally. അപ്പോൾ എന്തായാലും guys ഞാൻ മട്ടൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ whether it's good or not. Let's see. Guys മട്ടൻ ബിരിയാണി. മട്ടൻ്റെ ടെൻഡർനെസ് ഒന്ന് ടെസ്റ്റ്. ഓ മൈ ഗോഡ്. സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാൻ. ഓ പാരഗൺ വെറുതെ അല്ല ഗൈസ്. കട്ട സോഫ്റ്റ്. ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ഇറ്റ് ഗൈസ്. മട്ടൻ ബിരിയാണി. ഓ sorry Pratik, so tasty. Next time. This is ultimate non-veg dish. If you guys are coming to Paragon, then this is a must-have. Mutton biryani. Don't have chicken biryani. Just have mutton biryani. Oh, extra taste guys. Kiddilam. When the masala. Oh, extra. Nanga taste. Bro, how is it? Is it good? Vegetarian? Nice, no? Fish mango curry and parota. Oh, mutton is super tender. Manga tender. And guys, Paragon mutton. No comparison. It's amazing. The orange juice, no? I told you, right? Bro, I do mostly food vlog, so I know all the good stuff here in Kochi. So if you want recommendations, you ask me. But guys, this is our chicken kunyipuriyanu. ഈ സാധനം. ഓ നല്ല ചൂട് കേട്ടോ. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് വന്നതാണ്. നല്ല ചൂട് കഴിച്ചു. ഓ ഇത് വായിലിട്ട് ഇതിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ വാ പൊള്ളും ഗൈസ്. 2 ദിവസം പ്രാവശ്യമായിട്ട് എൻ്റെ വായ ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുക. ചോറുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് തണുപ്പിച്ചിട്ട് കഴിക്കുക ഗൈസ്. നമ്മൾ ട്രൈ ഗൈസ്. ഓ ഡാം ഗുഡ് ഗൈസ്. ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും പൊളി. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാൻ കഴിച്ചു. എന്തായാലും എനിക്ക് തോന്നുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഈ ഫുഡും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. ഞാൻ ഇവിടെ ഒരു ഇൻഫ്ലുവൻസറായിട്ട് ആദ്യമായിട്ടാണ് കേസ് വരുന്നത്. ആഫ്റ്റർ മൈ ഇൻഫ്ലുവൻസർ ജേണി ഫീൽസ് ഗുഡ്. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു കേസ്. കാണാൻ വന്നവരും കണ്ടവരും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഷവമിയുടെ ഇവൻറ്റിൽ വന്നവരോടാണ് പറയുന്നത്. അമേസിങ് എക്സ്പീരിയൻസ്. നല്ലൊരു ലോഞ്ച് ആയിരുന്നു കേസ്. അപ്പോൾ ഹാഡ് സോ മച്ച് ഫൺ മീറ്റിംഗ് യു ഓൾ. അപ്പോൾ എന്തായാലും ഇനി ഇതേപോലത്തെ ഉള്ള പരിപാടി ഉണ്ടെങ്കിൽ കാണാം കേസ് വീണ്ടും. സോ നമ്മൾ ഫുഡ് അടിക്കട്ടെ. നല്ല ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. Bye. Nice meeting you, Pratik.
Been a pleasure Many thanks. spending time with you. We are going I to hope go- next time non-veg food. Yeah. Okay, But thanks. we go on food outing in Bangalore. Yeah, done. Thank you. Bye. Thank you, sir. See you. Bye. Thanks. Nice meeting you. Happy Onam to you. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുറച്ച് ചെറിയൊരു മീറ്റിങ്ങും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാം. ഗൈസ് ഓണമായിട്ട് ഇവിടെ ഫുള്ള് വൈബാണ്. നിനക്ക് മറന്നുപോയാ? അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിൽ പോവുകയാണ്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ശ്വാസം അവിടെ പയ്യന്മാരായിട്ട് സംസാരിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നേരെ വീട്ടിൽ പോകുന്നു. ചെറിയ മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോകാം. അങ്ങനെ ഗൈസ് നമ്മൾ പിന്നെ ഇറങ്ങിയിരിക്കുക. വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് ഷൂസ് വാങ്ങിക്കാൻ. അപ്പോൾ ഫോറം മോളിലോട്ടാണ് പോകുന്നത്. എന്തെങ്കിലും ഫുഡും കഴിക്കണം ഗൈസ്. സോ അത് ന്യൂ ബാലൻസിലാണ് പോണത്. ന്യൂ ബാലൻസ് ആണ് വേണ്ടത്. നോക്കണം. എന്തായാലും നോക്കാം ഗൈസ്. എന്തായാലും ഷൂസും എന്തെങ്കിലും ഫുഡും അടിച്ചിട്ട് വരാം. അതോടെ ഇന്നത്തെ ദിവസം തീരും. ഗൈസ് നമ്മളൊരു ഗെയിം കളിക്കാൻ പോവുകയാണ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ലെറ്റ്സ് ഗോ. ആദ്യം സനി. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, 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 റെഡ് ബൾബ് ബ്ലൂ ബൾബ്. മതി, എനിക്ക് ഇനി പറഞ്ഞു ഞാൻ ഇന്ന് മൊത്തം പറഞ്ഞോണ്ടിരിക്കണോ? റെഡ് ബൾബ് ബ്ലൂ ബൾബ്. രണ്ടാമത് തന്നെ പോയി. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ബ്ലൂ ബൾബ്. അപ്പൊ ആ കൂടെ ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. റെഡ് ബൾബ് Oh my ബ്ലൂ God. ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, blue bulb. ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. കഴിഞ്ഞു. അഞ്ചെണ്ണം അതിൽ രണ്ടെണ്ണം തെറ്റി. എന്തായാലും ഞാനായിരുന്നു പെർഫെക്റ്റ് കേസ്. Red bulb. How much time should I say it? Red bulb, blue bulb, 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 red bulb. നീ കൊടുത്തു, നീ പറ. I know. നീ Red bulb. ബൾബെന്ന് പോലും പറയാത്തവളാണ് ഇന്നേ വരെ. Red bulb, blue bulb. തിരിച്ച് തന്നെ ചാൻസ് പോയി. Red bulb, blue bulb, red bulb, blue bulb. I can't say it. എവളിരുന്ന് ഫുള്ള് ഡ്രാമയെ കാണിച്ചത് പറയുമ്പോ ഒരു ദിവസം Red bulb, blue bulb, red bulb, blue bulb. How many times I say it? 10 times. Red bulb, blue bulb. ഇവള് റെഡ് ബൾബ് ബ്ലൂ ബൾബ് 10 സെക്കൻഡ് ചിരിയാണ്. ഇതെന്തോ ചലഞ്ച്. ചലഞ്ച് എല്ലാരും ചെയ്തിരിക്കുകയാണ്. ഞാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഐശ്വര്യമായിട്ട് എല്ലാവരും ചെയ്തു ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫോറം മോളിൽ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ഷൂസിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. യൂണിസോൾ എന്തോ കൊറിയൻ കട. അപ്പോൾ ഗൈസ് നമ്മൾ ഷൂസ് നോക്കട്ടെ ഈ പിള്ളേർക്ക്. വേറെ ഉള്ള പ്ലാൻസൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മോസ്റ്റ് പ്രോബ്ലി ഇവിടെ യൂമിയിലായിരിക്കും കഴിയാൻ കാരണം. അങ്ങനെ ഗൈസ് ന്യൂ ബാലൻസ് ഹേറ്റേഴ്സാണ് ഇവർ. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല ന്യൂ ബാലൻസ്. അപ്പോൾ നമ്മൾ സൂപ്പർ ഡ്രൈയിലോട്ട് വന്നേക്കാണ്. ഹുഡി വല്ലതും ഉണ്ടാകുന്ന നോക്കാനായിട്ട്. ലെറ്റ് സി ഗൈസ്. എന്തെങ്കിലും പരിപാടി, എന്തെങ്കിലും നല്ല ഹുഡി വല്ലതും ഉണ്ടെങ്കിൽ നോക്കാം പിള്ളേർക്ക്. ഷൂസ് നമ്മൾ അഡിഡാസിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അഡിഡാസിലാകുമ്പോൾ ഇവർ മറ്റേ ഓൾറെഡി അഡിഡാസ് സാംബ ഫാൻസാണ്. അപ്പം അവിടെ എന്തെങ്കിലും പുതിയ കളക്ഷൻ ഉണ്ടാകുന്ന നോക്കിയിട്ട് വരാം. അങ്ങനെ ഗൈസ് ഞാനൊരു ഷർട്ട് എടുത്തു. ഒരു സൂപ്പർ ഡ്രൈയുടെ ഷർട്ട്. കിടിലൻ സാധനം. ബാക്കിൽ പ്രിൻ്റുള്ള സാധനങ്ങളാണ് ഇപ്പോൾ എൻ്റെ വീക്ക്നെസ്. പക്ഷെ മെറ്റീരിയൽ കുറച്ച് ഇത്തിരി സ്റ്റിഫ് മെറ്റീരിയലാണ്. അങ്ങനെ വലുതായിട്ട് ഇടാത്ത ഒരു സാധനമാണ്. പക്ഷെ എന്നാലും രസമാണ് കേസ്. ഇതുമാതിരി കരാട്ടെ മാസ്റ്ററിനെ പോലെ ഇരിക്കും ഇതിടുമ്പം. സോ ഞാൻ എന്തായാലും എടുത്ത്. ബ്ലാക്ക് കളർ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബ്ലാക്കിൽ ഈ ഒരു ഡിസൈനൊക്കെ ഉള്ള സാധനം രണ്ടും കൽപ്പിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. അതിനെ കൂടെ കുറച്ചൊന്ന് വെയിറ്റും കൂടെ ഒന്ന് കുറയ്ക്കണം. ഇവരൊന്ന് പോയതിന് ശേഷം കട്ടയ്ക്കൊന്ന് വെയിറ്റ് ലോസ് ജേണി പിടിക്കാനുള്ള പ്ലാനാണ് ഗൈസ്. ഇപ്പോൾ എന്തായാലും അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. എവിടെ എക്സലൊന്നും എനിക്ക് കയറില്ലായിരുന്നു മുമ്പ്. ഇതിപ്പോൾ എനിക്ക് എക്സൽ കറക്റ്റ് സൈസാണ്. സോ മറ്റേ ഞാൻ 2XL ഒക്കെ നോക്കണമായിരുന്നു. ഇപ്പോൾ എക്സൽ കറക്റ്റ് സൈസ്. സോ കൈൻഡ് ഓഫ് ഹാപ്പി. കുറച്ചൊന്ന് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ ഇനി ഇതിന് ഇവിടുത്തെ എല്ല് ഇടണം. അടുത്തിനി ഇവിടുത്തെ എല്ല് സൈസ് കറക്റ്റ് ആവുമെന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. സോ ബേസിക്കലി കുറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്നില്ലല്ലോ. ലെറ്റ്സ് സീ ഗൈസ്. എന്നാലും ആ ഷർട്ട് ഞാൻ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിനി അവർ അഡിഡാസ് സാംബ നോക്കാൻ പോവേണം. ഇത് നമ്മളെ ഇവിടുത്തെ ഏജൻ്റാണ് സൂപ്പർ ഡ്രൈ. ഹായ് കാണിച്ചോ. അപ്പോൾ ശരി ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ സൂപ്പർ ഡ്രൈ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ അഡിഡാസ്. അവിടെ പോയിട്ട് ഇവർക്ക് ഷൂസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ അഡിഡാസിൽ വന്നിരിക്കുകയാണ്. ഇവർക്ക് സാംബ ഉള്ള മോഡൽസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവരുടെ സൈസിനുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ്. അത് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ കറക്റ്റ് ഷൂ സൈസ് കിട്ടിക്കഴിഞ്ഞാൽ സാംബ മതി. ഇത് അതോളാം പുതിയ ജേഴ്സി. റിയൽ മാഡ്രിഡ് ഫാനാണ് അവൾ. You don't like it? No, dude. Which one? Green ആണ് ഇഷ്ടപ്പെട്ടത്. Yeah. നോക്കട്ടെ ഗൈസ്. This is nice. I don't use it. It looks like an onyx sugar. കൊള്ളാം അല്ലേ? നല്ല രസമുണ്ട്. Adidas Tokyo. You like it? Yeah. It's good?
ഫിറ്റ് നൈസ് അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെ അവൾ എൻ്റെ റിയൽ മാഡ്രിഡ് ഫാൻ ഇസ് ഹാപ്പി ഗൈസ്. ഇത് എവേ ജെർസി അല്ലല്ലോ, മറ്റേ അല്ലേ, നോർമൽ ജെർസി അല്ലേ? അപ്പോൾ എന്താണ് ഗൈസ്, അവൾക്ക് സ്പെയിൻ്റെ ജെർസിയായി, റിയൽ മാഡ്രിഡിൻ്റെ ജെർസിയായി, 2 ഫേവറേറ്റ് ടീമിൻ്റെ ജെർസിയായി. നിനക്കാ ഒന്നും വേണ്ടേ? അവൾ പിന്നെ ഭയങ്കര ചൂസിയാണ് ഗൈസ്, എല്ലാം ഒന്നും ഇഷ്ടപ്പെടില്ല. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരാം ഗൈസ്, എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് കഴിഞ്ഞു. ഷൂസ് കിട്ടിയില്ല, അവൾക്ക് നിനക്ക് കിട്ടിയില്ല ഷൂസ്? ഇവളുടെ ഷൂസ് കിട്ടി, അവളുടെ മറ്റേ ജുജുവിൻ്റെ ഷൂസ് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും വേറെ വല്ല സ്റ്റോറിലും കൂടെ നോക്കാം ഗൈസ്, പ്യൂമയിലും കൂടെ നോക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതായിരിക്കും. ദിസ് ലുക്സ് നൈസ്, ലുക്സ് ലൈക്ക് വെരി ടോക്കിയോ സ്റ്റൈൽ. നല്ല രസമുണ്ട് കേട്ടോ ഇത്. ദാറ്റ്സ് ഗുഡ്. എടുത്തോ. അപ്പോൾ വീണ്ടും വേറൊരു വെറൈറ്റി സാധനം ഗൈസ്. കൊള്ളാം കേട്ടോ, ഇവിടെ എല്ലാ സാധനങ്ങളും അഡിഡാസ്, കുറച്ച് ഇത്തിരി മോഡേൺ വൈബ് സാധനങ്ങളാണ് ഗൈസ്. സോ കൊള്ളാം. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരാം ഗൈസ്. സനി എന്റെ ഈ കൈ മൊത്തം അത് സനി പണ്ട് പഞ്ചിങ് ബാഗ് ആയിട്ട് എന്നെയാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. ഇങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് പിന്നെ ഞാൻ ഇടിക്കുമ്പോഴല്ലേ മിണ്ടാതിരിക്കും, കരയൂല. കടിച്ചു പിടിച്ചൊന്നുമല്ലോ മറ്റേ മസിൽ. അവനെ ഇപ്പൊ നല്ല കൈ നല്ല ഉറച്ച്, അത് ആര് കാരണം? വേസ്റ്റ് പാർട്ടിസിന് ഈ കൈ മാത്രം ഇടിക്കും. ഈ കൈ ഉണ്ടല്ലോ സോ സെൻസിറ്റീവ്. അതായത് ഇവിടെ എനിക്ക് ഭയങ്കര മറ്റേ ഈ പടം മറ്റേ പഞ്ചിങ് ഇങ്ങനെ അതേപോലെ വേറൊരു വില്ലനാണ്. എന്നെ ഇവിടെ ഇടിച്ചാൽ എനിക്കൊന്നും ഇവിടെ ഇടിച്ചാൽ തീർന്നു. ഗൈസ്, ഞാൻ എൻ്റെ ആ സമയത്ത് എൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡായിരുന്നു ഭയങ്കര പവർ. റൈറ്റ് ഹാൻഡ് വെച്ച് ഇടിക്കുമ്പം ഇവൻ മിണ്ടൂല കേട്ടാ. ഇവ ഇങ്ങനെ മറ്റേ ഇങ്ങനെ കല്ല് കടിച്ചു പിടിച്ചിരിക്കും. നിങ്ങൾ വിചാരിക്കണ പോലെ മറ്റിങ്ങനെ ഇതല്ല, അതായത് റൈറ്റ് ഹാൻഡ് വെച്ച് ഇടിക്കുമ്പോൾ ഇവൻ മിണ്ടൂല, കരയണ വരെ നമുക്ക് ഇടിയാം. ഇവൻ മറ്റേ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഇടിക്കുമ്പോഴേ അവൻ കരയുള്ളൂ ഗൈസ്. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, അവൻ ഇടിച്ചിടിച്ച് ലെഫ്റ്റ് ഹാൻഡ് നല്ല പവറായി. ഇപ്പം എൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ് ഏറ്റവും വീക്ക്. അവൻ പ്രാവിയതാണെന്ന് തോന്നുന്നു. നീ അന്ന് പ്രാവിയതാണ് പക്ഷെ നിന്റെ റൈറ്റ് ഷോൾഡർ നല്ല പവറായി ഒറ്റയടി അന്നത്തെ. നിന്റെ തന്നെ അവിടെ തന്നെ അവനല്ലോ മറ്റേ പാറ പോലെ ഇരിക്കണുണ്ട് ഇടിച്ചിടിച്ച്. അന്നേ നല്ല മസിലൊക്കെ ഉണ്ടായത് അവര്, നല്ലൊരു ഇടിച്ച് പഠിക്കാൻ. ഇടിയൊന്നും കൊണ്ടേ ഞാൻ വിചാരിക്കും എൻ്റെ ഇടിക്ക് പവറില്ല, നമ്മൾ നല്ലോണം കുറച്ചുകൂടെ കൊടുക്കും. ആദ്യത്തെ ഇടിയിലെ കരഞ്ഞു കഴിഞ്ഞാൽ അവൻ നിർത്തില്ലേ. അയ്യോ ഗൈസ്, കോമഡി ഉണ്ട് ഗൈസ്. ഇതൊക്കെ നമ്മളെ പഴയ കൊച്ചിലത്തെ ഓരോ കുസൃതികളാണ്. ഇതാണ് ജോജുവിൻ്റെ ബാലെ ഷൂസ്. ഇഷ്ടപ്പെട്ടെന്നോ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അവർക്കും ഷൂസ് ആയിട്ടുണ്ട്. പ്യൂമയെന്നാണ് കിട്ടിയത് നമുക്ക്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോകാം. അങ്ങനെ ഗൈസ്, നമ്മൾ യൂമിയിൽ വന്നിരിക്കുകയാണ്. ബെസ്റ്റ് പാനേഷ്യൻ ക്യുസീൻ. അത് അവിടെ നമുക്കിന്ന് മാംഗോ സ്റ്റിക്കി പുഡിങ്ങും കഴിക്കാം ഗൈസ്. അവരുടെ പുതിയ സ്റ്റിക്കി റൈസ് പെരിയർ. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യട്ടെ. ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് സ്റ്റോപ്പ്. സോ ഇതും കൂടെ കഴിഞ്ഞിട്ട് പോയി റെസ്റ്റ് എടുക്കാം. ഇന്ന് ഫുള്ള് അവ ഓടിച്ചാടി നടക്കുകയല്ലായിരുന്നു. ഇനാഗുറേഷൻ ഡേ ആയിരുന്നു ഇന്ന്. അങ്ങനെ ഗൈസ്, ഇതാണ് അവരുടെ മെനു. ഫുൾ അനിമേ ഇൻസ്പയർഡ് മെനു ആണ് ഗൈസ്. സോ ഇറ്റ്സ് ഫൺ. അനിമേ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് ചെക്കൗട്ട് ചെയ്യാം. യൂമി ഇതുവരെ വരാത്തവർ ഫുൾ ഞാൻ പറയില്ല, ഒരു മാങ്ക സ്റ്റൈൽ സംഭവമാണ്. അങ്ങനെ നമ്മുടെ ഗ്യോസ വന്നിരിക്കുകയാണ് ഗൈസ്. ആദ്യത്തെ ഡിഷ് ഞാനുണ്ട്, ചിക്കൻ ഗ്യോസ. നൈസാ. ഇലയൊക്കെ നമ്മൾ തട്ടി കളയുന്നു, ഇങ്ങനെ എടുക്കുന്നു. ഡിപ്പ് ഇറ്റ് ഇൻ ദ സോസ്. മാക്രോയിലേ കാണിച്ചത് ഗൈസ്. ഇതിപ്പോൾ ഞാൻ മറ്റേ ഓസ്മോയിലെ മാക്രോ ലെൻസ് കിട്ടിയതോടുകൂടി ഉണ്ടാവും. നമുക്കിപ്പോൾ ഇത് ക്ലോസപ്പിൽ സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റും. ശരിയാണോ? നമ്മൾ ജസ്റ്റ് ട്രൈ ഗൈസ്. ഓ, ചീന സാധനം കേട്ടോ, കൊള്ളാല്ലേ? ഓ, നല്ല പൊളി സാധനം, നല്ല ജ്യൂസി ചിക്കൻ. ചിക്കൻ ഗ്യോസ മസ്റ്റ് ട്രൈ. സൂപ്പർ സാധനം. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജ്യൂസി ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ ജ്യൂസി ചിക്കൻ. സ്പൈസി ചില്ലി. They don't have the spicy just one. പക്ഷെ നമ്മളത് ഇല്ലാത്തതുകൊണ്ട് ഇത് ഓർഡർ ചെയ്തുകൊണ്ട് കൊള്ളാം. ഇത് നല്ല ജ്യൂസി ചിക്കൻ എൻ്റെ, അത് നല്ല കൊള്ളാം. അടുത്ത സാധനം വരട്ടെ ഗൈസ്. ഇത് നമ്മുടെ ഇതൊന്ന് തമ്പൂര പ്രോൺസ് അവളുടേത്. ഇത് അവക്കാഡോ ആൻഡ് സാൽമൺ റോൾ. ഇത് അവൻ്റെ റാമൻ. ഇത് എൻ്റെ ഫ്രൈഡ് റൈസ്. ഇതാണ് ഗൈസ് എൻ്റെ ഫ്രൈഡ് റൈസ്. ആർക്കും വേണ്ട ഫ്രൈഡ് റൈസ്? എന്നാൽ പിന്നെ ഞാൻ ഇതിൽ നിന്ന് തന്നെ കഴിക്കാം. ഇതാണ് ഇവിടെ വെച്ചിട്ട് കഴിക്കാൻ പോകുന്നത്. ഇതാണ് ഗൈസ് എൻ്റെ ഫ്രൈഡ് റൈസ്.
എക്സോ ഫ്രൈഡ് റൈസ്. ഇതുള്ള സാൽമണും അവക്കാഡോ റോളും. അങ്ങനെയുണ്ടോ റാമൻ? ഹൗസ് ഇറ്റ്? ഹൗസ് യുവർ സുഷി? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാനൊന്ന് എൻ്റെ ഫ്രൈഡ് റൈസ് കഴിച്ചു നോക്കട്ടെ. ഇതിൽ ചിക്കനും പ്രോൺസും എല്ലാം ഉണ്ട്, എഗ്ഗും എല്ലാം ഉണ്ട്. വേറെ സൈഡ് ഡിഷൊന്നും പറഞ്ഞില്ല. ഇതിൽ തന്നെ എല്ലാം ഉള്ളതുണ്ട്. ഇത് തന്നെ കഴിക്കുന്നത്. ആ എക്സോ സോസിൻ്റെ ടേസ്റ്റ് ഉണ്ട് നല്ലപോലെ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ആ എക്സോ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. കുറച്ചൊരു ഫിഷി ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, നല്ല യമ്മി. കുറച്ച് ഡ്രൈ ആയിപ്പോയി. ഞാനിത് കുറച്ച് സോസി ആയിരിക്കും. ലിറ്റിൽ സോയിലതും കുറച്ചുകൂടെ നല്ലതാണ് എക്സോ. പിന്നെ അതിൽ ഓയിസ്റ്റർ സോസൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് കഴിച്ചിട്ട് തരാം. അങ്ങനെ ഗൈസ് നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് വന്നിരിക്കുകയാണ്. നല്ല പഴുത്ത മാങ്ങയായിരിക്കണം. ഇത് ചിലപ്പോൾ ഒരു പ്രത്യേക വെറൈറ്റി മാംഗോ റൈസ്. ഇത് നമ്മുടെ യൂമിയിലെ മാംഗോ സ്റ്റിക്കി റൈസാണ്. എനിക്കൊന്ന് മാങ്ങയുടെ സീസൺ കഴിഞ്ഞതാണ് ഇവൻ പറയുന്നത്. അതേപോലെ കുറച്ച് പച്ചമാങ്ങ ലുക്കൊക്കെ ഉണ്ട്. എന്തൊക്കെയോ എക്സ്പ്രഷനൊക്കെ കാണുന്നുണ്ട്. കഴിച്ചു നോക്കാം ഗൈസ്. നല്ല ടേസ്റ്റ് ഗൈസ്. പച്ചമാങ്ങയുണ്ട് ഒരുപാട്. അല്ല ഇത് ഈ ഒരു പച്ചമാങ്ങയുടെ ടേസ്റ്റാണ് കുറച്ചുകൂടെ നല്ലത്. ഇത് അടി കൂടുന്നു. നല്ല ടേസ്റ്റ് ചേട്ടാ. പച്ചയും പച്ചയൊന്നും പ്രശ്നമല്ല. പച്ച മാംഗോ ഒന്നും പിന്നെ തിന്നു നോക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ നമ്മൾ കഴിച്ചിട്ട് വരാം. പച്ച മാംഗോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ സാധനം അങ്ങ് തിന്നിട്ട് ഇരിക്കുകയാണ്. എന്താ ഞാൻ നാളെ വല്ലതും വന്ന് വീണ്ടും തിന്നാൻ പോയി സാധനം കഴിച്ച്. അല്ലെങ്കിൽ പറ്റില്ല, കിട്ടിയില്ല എനിക്കിത്. ഞാൻ അവരെ പറയാൻ പോകും. അല്ല ഞാൻ അവരെ പറയും നല്ല പഴുത്ത മാങ്ങ മതി എന്ന് പറയും. വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കുക. ആ റൈസും ആ ഒരു കോക്കനട്ട് മിൽക്കും കിടുക. നല്ല ടേസ്റ്റ്. പക്ഷേ മാംഗോ കുറച്ച് പച്ചയാണ് കഴിച്ചു. അതേ ഉള്ളൂ കുറച്ച് കുഴപ്പം കഴിച്ച്. ബാക്കിയെല്ലാം സെറ്റ്. ഫുഡൊക്കെ കൊള്ളായിരുന്നു കഴിച്ചു. അപ്പോൾ എന്തായാലും കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോഴേ അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും ടാറ്റ പറയൂ. ടാറ്റ. അപ്പോൾ ശരി ഗൈസ്, ടാറ്റ, ബൈ.